ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്നൊരു ചെറിയ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം കണ്ടിരിക്കാനുള്ള ഒരു കുഞ്ഞു വ്ളോഗായിട്ട് വന്നത്. അപ്പോൾ അത് രാവിലെ ഞാൻ ഇന്ന് പുട്ടും കടലക്കറിയായിട്ട് ഉണ്ടാക്കിയത്. ആ പണികളൊക്കെ കഴിഞ്ഞതാ. പിന്നെ ചോറിന് വേഗം വെള്ളം വെച്ച് അപ്പുറത്തെ അടുപ്പത്ത് കുളിക്കാനുള്ള വെള്ളവും കയറ്റി വെച്ചിന് കേട്ടോ. അപ്പോൾ ചോറ് വേവുമ്പോഴേക്കും നമ്മുടെ കുളിക്കാനുള്ള വെള്ളം റെഡിയാവും. അപ്പോൾ കിട്ടിയത് ചുവന്ന കോരയാണേ, അത് കറി വെക്കണം. അപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചതാണ്. അപ്പോഴേക്കും നമ്മുടെ വെള്ളം തിളച്ചിട്ട്, അപ്പോൾ ഞാൻ അരി ഇടാൻ വേണ്ടിയിട്ട് അരിയൊക്കെ കഴുകി റെഡിയാക്കി ചെമ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് വ്ളോഗ് എടുക്കണ്ടെന്നൊക്കെ ഞാൻ വിചാരിച്ചത്, കാരണം 2 ദിവസമായിട്ടോ വെള്ളമില്ല. വെള്ളമൊക്കെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് വെച്ച വെള്ളമൊക്കെ ഇന്നത്തോടു കൂടി ഏകദേശം ആയി. ഒരു ദിവസം വെള്ളം വരാഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ 2 ദിവസം വെള്ളം വരാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ പുറത്തേക്ക് പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് രാവിലെ ഇന്ന് നേരത്തെ ഞാൻ എണീക്കുകയും ചെയ്തിട്ട്, ഒന്ന് ഞാൻ 6 മണിയാകുമ്പോഴേക്കും എണീച്ചു, അല്ലെങ്കിൽ ഞാൻ 6:30 ആകുമ്പോഴേ എണീക്കലുള്ളൂ. രാവിലെ ചായൻ്റെ പരിപാടി മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് എല്ലാവരും പോകാനാകുമ്പോഴേക്കും റെഡി ആവുകയും ചെയ്യും. അപ്പോൾ ഞാനിന്ന് രാവിലെ 6 മണിയാകുമ്പോഴേക്കും എണീച്ച്, അപ്പോഴേക്കും സിനുവേട്ടന് കുളിക്കാനുള്ള വെള്ളമൊക്കെ പുറമേന്ന് ടിന്നിൽ നിന്ന് എടുത്ത് കൊണ്ടുപോയി ബാത്റൂമിലൊക്കെ ഒഴിച്ച് വെച്ച്, അപ്പോഴേക്കും ഞാൻ പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ച് കഴുകാൻ വേണ്ടി കൊണ്ടുവച്ച് വെള്ളമൊക്കെ പുറത്ത് നിറച്ച് വെച്ചിട്ടോ. കാരണം നമ്മളെ പൈപ്പിലെ വെള്ളമൊക്കെ നിന്ന് മുകളിൽ ടെറസിൻ്റെ മുകളിലെ ടാങ്കിലുള്ള വെള്ളം തീർന്നാൽ പിന്നെ നമ്മുടെ ബാത്റൂമിലും കിച്ചണിലും ഒന്നും വെള്ളം വരില്ല. അപ്പോൾ അതൊക്കെ തീർന്ന്. അപ്പോൾ ഞാൻ പാത്രമൊക്കെ പുറത്ത് കൊണ്ടുവച്ച് വന്ന് കുക്കറിൽ വേഗം കടല ഇട്ട് വേവിക്കാൻ നിന്നിട്ടോ രാവിലെ. അതവിടെ കുക്കറിൽ വിസിലടിക്കുമ്പോഴേക്കും എനിക്ക് പാത്രങ്ങളൊക്കെ കഴുകി കയറാമെന്ന് വെച്ചിട്ട് ഞാൻ പാത്രമൊക്കെ പുറത്ത് കൊണ്ടുവച്ചത്. അപ്പോഴേക്കും അമ്മ എണീച്ച് വന്ന് പിന്നെ പാത്രം കഴുകാൻ വേണ്ടി അമ്മ അങ്ങോട്ട് പോയി. അപ്പോൾ പിന്നെ ഞാൻ വേഗം പുട്ടുണ്ടാക്കാനും കടലക്കറി ഉണ്ടാക്കാനൊക്കെ നിന്ന് അങ്ങനെ ഇന്നത്തെ ദിവസം തുടങ്ങി. അപ്പോൾ ഞാൻ രാവിലെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനൊക്കെ കുറച്ച് പാട് പെട്ടിട്ടോ, കാരണം വെള്ളം പുറത്തുനിന്ന് എടുത്ത് കൊണ്ടുവന്ന് ചെയ്യണം. ആദ്യമൊക്കെ അങ്ങനെ തന്നെയാണ് ചെയ്തത്, പക്ഷെ അതൊക്കെ നമുക്ക് അന്ന് നല്ല എയിമുള്ളൊരു സമയമാണ്. ഇപ്പോൾ നമ്മൾ വീണ്ടും വെള്ളത്തിൽ പൈപ്പിലേക്കൊക്കെ വെള്ളമായി കഴിഞ്ഞതിന് ശേഷം പിന്നെ അത് നമുക്ക് കുറേ നേരം നിന്നപ്പോഴേ വീണ്ടും അതൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനിന്ന് അടുക്കളയൊക്കെ അങ്ങനെയാണ് തുടച്ചെടുത്തതും കാര്യങ്ങളൊക്കെ ചെയ്തത്. അപ്പോഴാണ് ഞാനൊരു 12 മണിയാകുമ്പോഴേക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ പൈപ്പ് തുറന്ന് നോക്കുന്നുണ്ട്. തുറന്ന് നോക്കിയിട്ടൊന്നും വെള്ളമില്ല, പക്ഷെ ഒരു കാറ്റങ്ങനെ വരുന്നുണ്ട് പൈപ്പിലൂടെ. അപ്പോൾ എനിക്ക് ഏകദേശം ഉറപ്പായി ചിലപ്പോൾ ഇന്ന് വെള്ളം വരുമെന്ന്. അപ്പോൾ നന്ദുമോൾ ഇന്നലെ രാത്രിയിലേ പറയുന്നുണ്ട്, അമ്മേ അതിൽ നല്ല കാറ്റ് വരുന്നുണ്ട് പൈപ്പിൽ, അപ്പോൾ വെള്ളം വരും കേട്ടോ ചിലപ്പോൾ ഒന്ന്. അപ്പോൾ ഞാൻ രാത്രി ഇന്നലെ കിടക്കുന്ന സമയം വരെ ഞാൻ പൈപ്പ് തുറന്ന് നോക്കി പോയിട്ടാണ് കിടന്നതൊക്കെ. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് 12 മണിയൊക്കെ ആകുമ്പോൾ തുറന്ന് നോക്കിയപ്പം ദൈവമേ വെള്ളം വരണേന്ന് വിചാരിച്ച് തുറന്നതാണ്. അപ്പം വെള്ളം ഉണ്ട് കേട്ടോ, സമാധാനമായി. അങ്ങനെ താഴത്തെ ടാങ്ക് നിറയ്ക്കലും മുകളിലേക്ക് വെള്ളം പിന്നെ ടാങ്കിൽ നിന്ന് അങ്ങോട്ട് മോട്ടർ വെച്ച് അടിച്ച് കയറ്റലും പിന്നെ പുറമെ ഒഴിഞ്ഞ പാത്രങ്ങളെല്ലാം നിറയ്ക്കലും ഒക്കെ ആയി. ഇന്നത്തെ പണി ഇങ്ങനെ വല്ലാത്തൊരു നേരം വൈക്കായിപ്പോയി. വെള്ളം നിറയ്ക്കുമ്പോൾ അങ്ങോട്ടോടി ഇങ്ങോട്ടോടി പിന്നെ അടുക്കളയിലെ പണിയെടുത്ത് ഇന്ന് വല്ലാത്ത നേരം വൈകിൽ എന്നാന്ന് പറയാം. അപ്പോൾ എനിക്ക് വ്ളോഗൊക്കെ എടുക്കാൻ ചെറിയൊരു മടിയൊക്കെ വന്ന്, കാരണം ഇത് നമ്മൾ ഫോണ് അതിനനുസരിച്ച് അങ്ങോട്ട് നീക്കി ഇങ്ങോട്ട് നീക്കി ക്യാമറ ഓഫ് ചെയ്ത് അതെടുത്ത് ഇതെടുത്ത് ഒക്കെ വേണം, ഒരു മെനക്കെടാണ്. പക്ഷെ മെനക്കെടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളിത് ചെയ്താലേ നമുക്കൊരു കാര്യമുള്ളൂ. അങ്ങനെ ഞാൻ വ്ളോഗ് ചെയ്യാമെന്ന് തീരുമാനിച്ചു, കാരണം എൻ്റെ കൂട്ടുകാർ പറയലുണ്ട് വ്ളോഗ് ഇടണേന്ന്. ഇഷ്ടമുള്ളവർ കാണുമല്ലോ. പിന്നെ എന്നും ഈ അടുക്കളയിലെ കുഞ്ഞു വ്ളോഗ് കണ്ട് മടുത്ത കൂട്ടുകാരൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ എന്ത് ചെയ്യും, കുഞ്ഞു വ്ളോഗ് ഇടാൻ വിചാരിച്ചിട്ട് അപ്പോഴേക്കും ഞാൻ മോട്ടർ ഒന്ന് ഓഫ് ചെയ്തു കേട്ടോ, കാരണം ടാങ്ക് പകുതി നിറഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാനൊരു ആശ്വാസത്തിന് മോട്ടർ ഇട്ടതാണ്. ഇടയ്ക്ക് കറണ്ട് പോയാൽ പിന്നെ ഞാൻ കുടുങ്ങുമല്ലോ. അപ്പോൾ ടാങ്ക് ഫുള്ളാവാൻ കാത്ത് നിൽക്കാതെ ഞാൻ ഇടയ്ക്ക് മോട്ടർ ഇട്ട് അടുക്കളയിലേക്കും ബാത്റൂമിലേക്കും ഒക്കെ ഞാൻ വെള്ളം ഒന്ന് വരുത്തിച്ച് കേട്ടോ. പിന്നെ ടാങ്ക് ഫുള്ളാവട്ടെ എന്നിട്ട് ബാക്കി അടിച്ച് കയറ്റാൻ വിചാരിച്ച്. അങ്ങനെ അടുക്കളയിലെ പൈപ്പിൽ വെള്ളം വന്നപ്പോഴേക്ക് സമാധാനമായി. എന്നാലും നമ്മളെ പാത്രം കഴുകലൊക്കെ പെട്ടെന്ന് നടക്കുകയുള്ളൂ. ബാത്റൂമിലും വെള്ളമായി. നന്ദുമോൾ വൈകുന്നേരം രാവിലെ പോകുമ്പോഴേ പറയണം, അമ്മേ വൈകുന്നേരം വരുമ്പോഴേക്ക് വെള്ളം വരുമല്ലേ എന്ന്. സിനേട്ടനും രാവിലെ പോകുമ്പോൾ വൈകുന്നേരം വരുമ്പോഴേക്ക് വെള്ളം വയ്ക്കൂലേ, അമ്മയും ഇതന്നെ വൈകുന്നേരം വരുമ്പോഴേക്ക് വെള്ളം വയ്ക്കില്ലേ. എല്ലാവരും ഇത് പറഞ്ഞിട്ടാണ് രാവിലെ പോയത്. അബി രാവിലെ അമ്മയെ വെള്ളം വന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ് അബി രാവിലെ എണീച്ച് വന്നത്. അപ്പോൾ ഇല്ല പറഞ്ഞു. അങ്ങനെ എല്ലാവരും ആശ്വാസത്തിനും മറുപടിയായിട്ട് ഇനി വൈകുന്നേരം വെള്ളം വന്നെന്ന് പറയാലോ എന്നുള്ളൊരു സമാധാനത്തിലായി. അങ്ങനെ ഇന്ന് നമ്മളെ പാചകമൊക്കെ നേരം വൈകി. പാചകം എന്ന് പറയാൻ മാത്രമൊന്നും ഇല്ല, ചുവന്ന കോരയാണ് ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണ്. അത് ഫ്രിഡ്ജിൽ നിന്നൊക്കെ എടുത്ത് തണുപ്പൊക്കെ മാറ്റി ഞാൻ മുറിച്ചെടുത്ത്. അപ്പോൾ ഇനി അതൊന്ന് മുളക് കറി വെക്കുകയാണ്. വലിയൊരു കറി എന്നൊന്നും പറയാതെ ചെറിയൊരു മുളക് കറി വെക്കുകയാണ്. പിന്നെ ബീട്രൂട്ട് ഉണ്ടല്ലോ, അതൊന്ന് അരിഞ്ഞിട്ട് ചെറുതായിട്ടൊരു ഉപ്പേരി ഉണ്ടാക്കണം. ഞങ്ങൾക്ക് 5 ദിവസമൊക്കെ വെള്ളം വരാതെ നിൽക്കലുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്.
അപ്പോൾ ഞങ്ങൾ അടുത്തുള്ള കിണറിന് കൊണ്ടുവന്നിട്ട് ടാങ്ക് നിറച്ചിട്ട് പിന്നെ അത് മോട്ടർ വെച്ച് അടിച്ച് കയറ്റലൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പം പിന്നെ എന്താ പറയുക, 2 ദിവസം അടുപ്പിച്ചാണ് ഇപ്പോൾ വെള്ളം വരാതെ ആയിട്ടുള്ളൂ. എന്നാലും വെള്ളം വന്ന് ഒരു സന്തോഷം. അങ്ങനെ വെള്ളം വരാതായ ഞങ്ങൾ 500 രൂപ 650 രൂപ ഒക്കെ കൊടുത്തിട്ട് വെള്ളം വണ്ടിക്ക് അടുപ്പിക്കലുണ്ട് കേട്ടോ. എന്നിട്ട് ടാങ്കൊക്കെ നിറയ്ക്കലുണ്ട്. അനീഷായിട്ടുള്ള സമയത്ത് ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യലുണ്ട്. അങ്ങനെ ചെയ്താൽ പിറ്റേന്ന് തന്നെ വെള്ളവും വരും. അപ്പം നമ്മൾ ഈ അടിച്ച വെള്ളമൊക്കെ വെറുതെ ആയ പോലെയാണ്. കാരണം നമ്മൾ ഈ ശുദ്ധജലമാണ് അടുപ്പിക്കുക, എല്ലാ ഉപയോഗത്തിനുള്ള വെള്ളം, പാചകത്തിന് വരെ ആ വെള്ളം എടുക്കാം. അങ്ങനെ അടുപ്പിച്ചാൽ ഇതാ പിറ്റേന്ന് വെള്ളവും വരും. അങ്ങനെ ഞങ്ങൾക്ക് 2-3 വട്ടം അങ്ങനെ അമ്മളി പറ്റീന്ന് കേട്ടോ. എന്നാലും ഇത് ഇന്ന് വരും എന്നുള്ളൊരാശ്വാസം വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്ക് വരുന്നൊരു ആശ്വാസത്തിൽ. ഇനി പക്ഷേ ഉച്ചയാകുമ്പോഴേക്ക് തന്നെ വന്ന്, പക്ഷേ ഉച്ചയാകുമ്പോഴേക്ക് ഒരു 2 മണീൻ്റെ മുന്നേ തന്നെ വെള്ളം നിൽക്കുകയും ചെയ്തിട്ടാണ്. എന്നാലും വേണ്ടിയില്ല, ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ കിട്ടി, തിരുമ്പാനും കുളിക്കാനും കിട്ടി, നമ്മളെടുത്ത് ഒഴിവാക്കിയ ടിന്നുകളിലൊക്കെ വെള്ളം നിറയ്ക്കാനും കിട്ടി. അതന്നെ വലിയൊരു ആശ്വാസമായി. സമാധാനത്തിൽ പണിയെടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളെ കറിയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പുളിയൊക്കെ പിഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് ഉപ്പൊക്കെ ഇട്ടിട്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് കൊടുക്കണം. മല്ലിപ്പൊടി ഇട്ടില്ല കേട്ടോ ഇതിൽ. അങ്ങനെ ചെയ്ത് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിൻ്റെ കൂടെ ചോറ് ഊറ്റലും നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ളോഗാണ്. തലയിൽ മുഴുവൻ വെളിച്ചെണ്ണ ഇട്ടിട്ടാ ഇരുന്നിട്ട് ക്രാബ് ഇട്ട് വെച്ചതാ കേട്ടോ. മുടി പാറി നിന്നിട്ട് എന്തോ ഒരു അസ്വസ്ഥത. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ മുഖത്തും തലയിലൊക്കെ തേച്ചിട്ടാണ് ഈ അടുക്കളയിൽ പണിയെടുക്കുന്നത് കേട്ടോ. അപ്പം മുഖമൊക്കെ എന്തോ പോലെ ഇരിക്കണ്ടല്ലേ. പിന്നെ ഞാൻ വ്ളോഗൊന്നും ചെയ്യുമ്പോൾ ഞാൻ വല്ലാണ്ട് മേക്കപ്പ് ഇട്ടിട്ടൊന്നും വ്ളോഗ് ചെയ്യലില്ല കേട്ടോ. നമ്മൾ പുറമേയൊക്കെ പോയിട്ടാണ് വ്ളോഗ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുന്ന് ഒന്ന് അണിഞ്ഞ് ഒരുങ്ങിയിട്ടൊക്കെ പോവുള്ളൂ. പിന്നെ നമ്മൾ ലൈവ് ഇടുമ്പോഴൊക്കെ ഒന്ന് പൗഡറൊക്കെ ഇട്ടൊന്ന് സുന്ദരിയായിട്ടിരിക്കും. പിന്നെ വ്ളോഗ് ചെയ്യുമ്പോൾ ഞാൻ സാധാ പോലെ തന്നെ അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒന്നും മുഖത്തൊന്നും ചെയ്യലൊന്നുമില്ല. എന്തായാലും അതവിടെ നടക്കട്ടെ. ചോറ് ഊറ്റി കഴിഞ്ഞ് കറിയൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് മീനിട്ട് കൊടുക്കുക. അപ്പോഴേക്ക് ബീട്രൂട്ട് ഒന്ന് അരിഞ്ഞെടുക്കണം. ബീട്രൂട്ട് ഞാൻ ഇങ്ങനെ നമ്മളെ ഒരു സംഭവം ഉണ്ടല്ലോ, ഇങ്ങനെ ചിരണ്ടി എടുക്കണേ, അതുമ്മൽ വെച്ചിട്ടാട്ടോ ചിരണ്ടി എടുക്കൽ. പക്ഷേ ഇന്ന് വിചാരിച്ച് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കഷ്ണാക്കിയിട്ട് അരിയാന്ന്. ആദ്യമൊക്കെ എങ്ങനെയല്ല നമ്മൾ ബീട്രൂട്ട് അരിഞ്ഞിട്ട് ഉപ്പേരി ഉണ്ടാക്കുക. പിന്നീട് വന്നൊരു സാധനമല്ലേ ഇങ്ങനെ നമ്മൾ ഒരതി എടുക്കണത് അല്ലേ, അത് എടുക്കലുണ്ട് ഞാൻ. പക്ഷേ എനിക്ക് ഇന്നിങ്ങനെ ഒന്ന് കട്ട് ചെയ്യണമെന്നൊരാഗ്രഹം. അപ്പോൾ ഞാൻ ഇന്നിങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കണത്. അപ്പോൾ ഇത് ഇന്നലെ രാത്രി ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ഉണ്ടാക്കണം വിചാരിച്ചതാണ്. പക്ഷേ ഇന്ന് ഉണ്ടാക്കാൻ വിചാരിച്ച് ഇന്നേക്ക് തന്നെ വെച്ചിട്ടോ. പിന്നെ കൊണ്ടാട്ടമുളകുണ്ട്, ഞാൻ അതൊന്ന് പൊരിക്കണം. പപ്പടം പിന്നെ പൊരിച്ച് വെച്ചതുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോറിന് കോരേൻ്റെ കറി, ബീട്രൂട്ടിൻ്റെ ഉപ്പേരി, പപ്പടം, കൊണ്ടാട്ടമുളക് അതൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ സാധാരണ ആൾക്കാരാണ്, ഇതൊക്കെ തന്നെ ധാരാളമാണ്. ഇതൊക്കെ തരുന്ന ദൈവത്തിന് തന്നെ ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ നിങ്ങൾക്ക് എൻ്റെ അടുക്കള വ്ളോഗൊക്കെ കണ്ട് ഇഷ്ടപ്പെടാനെങ്കിൽ കമൻറ്റ് ഇടണം കേട്ടോ. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും കമൻറ്റ് ഇട്ടുകൊണ്ടിട്ടോ. കാരണം എന്നും ഈ ഒരു ചെറിയ അടുക്കളയിലെ കുഞ്ഞു വ്ളോഗ് കണ്ട് മടുക്കണ കൂട്ടുകാരുണ്ടാവും അല്ലേ. ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളിട്ടോ, ഞാൻ വീണ്ടും ഈ വീഡിയോ തന്നെ ഇടും. ഞാൻ ഈ വീഡിയോ നിർത്തുമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ഇഷ്ടമല്ല എന്നാരും പറയണ്ട, ഞാൻ ഈ വീഡിയോ തന്നെ ഇടും കേട്ടോ. നമ്മളെ കയ്യിൽ ഇതെല്ലാം ഇടാനുള്ളൂ, അപ്പോൾ ഇതെങ്കിലും ഇടണ്ടേ അല്ലേ. അങ്ങനെ നമ്മളെ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി തിരുമ്പാനൊക്കെ ഉണ്ട്, നല്ലോണം തിരുമ്പാനും കുളിക്കാനും ഒക്കെ ഉണ്ട്. തുണി അവിടെ ഡൈനിങ് ഹാളിൽ എടുത്തിട്ടതാണ്. അപ്പോൾ സമയം 12:30 ഒക്കെ ആയിന്. ഇന്ന് പണി കഴിയുമ്പോൾ തന്നെ 1:45 കഴിഞ്ഞിന്. ഞാൻ പറഞ്ഞല്ലോ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം കാരണമാണ് ഇന്നത്തെ പണികളൊക്കെ ഒന്ന് സ്ലോ ആയത്. പിന്നെ കുറച്ച് നേരം ഫോണിലൊക്കെ നോക്കി അങ്ങനെ ഇരുന്ന്, എന്തായാലും നമ്മൾ എടുക്കേണ്ട പണി തന്നെയാണ്, അത് നമ്മൾ തന്നെ എടുക്കും. അപ്പം ഫോണിൽ കുറച്ച് നേരമൊക്കെ ഒന്ന് നോക്കി അവിടെ ഇരിക്കും. ഏത് നേരം പണി പറഞ്ഞാൽ നമ്മളെ ഫോണിലെ കാര്യങ്ങളൊക്കെ പിന്നെ ആരാ നോക്കുക. യൂട്യൂബ് ഒന്ന് നോക്കണം, വാട്സപ്പിനൊക്കെ നോക്കണം അല്ലേ, മെസ്സേജും കാര്യങ്ങളൊക്കെ നോക്കുകയൊക്കെ ചെയ്യണ്ടേ. എൻ്റെ ഫോണിൻ്റെ കാര്യം ഞാൻ തന്നെ നോക്കണ്ടേ. അപ്പം ഞാൻ തന്നെ നോക്കും. അങ്ങനെ ഇരുന്ന് പിന്നെ അബിക്ക് കോളേജിൽ പോയതിൻ്റെ ശേഷം പിന്നെ ഇന്ന് അബി കോളേജിൽ പോയില്ല. അബിക്ക് ഇന്നൊരു കല്യാണം ഉണ്ട്. മാറ്റി പോകണ കണ്ട ഞാൻ വിചാരിക്കും കോളേജിലേക്കാണ് വിചാരിച്ച്. പക്ഷേ കോളേജിലല്ല, അമ്മ കല്യാണത്തിന് പോകാറുണ്ട്. കല്യാണത്തിന് പോയി. ഇപ്പോൾ വൈകുന്നേരം ഒന്ന് കോളേജിലേക്ക് പോയിന്. കോളേജിലെന്തോ ചെറിയ ചില്ലറ അലങ്കാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ കോളേജിലെന്തോ പരിപാടിയാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പോൾ അതാ ഇന്ന് വൈകുന്നേരമായിട്ടോ അതൊക്കെ പോയത്. അപ്പോൾ നമ്മൾ ഈ വോയിസൊക്കെ കൊടുക്കണത് വൈകുന്നേരമാണ്. പിന്നെ അമ്മേനെ കൂട്ടാൻ നന്ദുമോളും സിനേട്ടനും പോയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഈ വീഡിയോൻ്റെ ഇടയിൽ പറയണത് നമ്മളെ ഈ വീട്ടിലുള്ള ചെറിയ ചെറിയ വിശേഷങ്ങളാട്ടോ. അതൊക്കെ അവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മളെ ചീഞ്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണ കൊഴിച്ച് കടുകൊക്കെ പൊട്ടിച്ച് നമ്മളാ ബീട്രൂട്ട് ഇട്ട് കൊടുത്തിന്. ബീട്രൂട്ട് ഇടുന്നതിൻ്റെ മുന്നേ കറിവേപ്പിൻ്റെയും വെല്ലുള്ളി ഇട്ട് കൊടുത്തിന്. അങ്ങനെ അതൊന്ന് ഇളക്കി സെറ്റാക്കട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ വീഡിയോ ഒക്കെ കുറേ ആയിട്ട് ഞാൻ ഇടാതെ നിന്നതേനി. ഇങ്ങനെ തന്നെയാണ് എന്നും വീട്ടിലുണ്ടാവില്ല കേട്ടോ. പക്ഷേ ഞാൻ അങ്ങനെ വ്ളോഗ് ചെയ്യലില്ല. 5-8 മാസത്തോളമായിട്ട് വ്ളോഗ് ചെയ്യൽ തന്നെ ഇല്ല. പിന്നെ അപ്പോൾ അത് ഒരാഴ്ച ആയിട്ടുള്ളൂ ഇപ്പോൾ അടുപ്പിച്ച് വ്ളോഗ് ഇടാൻ തുടങ്ങിയിട്ട്. എല്ലാവരും കാണുമെന്നുള്ളൊരു വിശ്വാസവും പിന്നെ കുറച്ച് കൂട്ടുകാർക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞല്ലോ, ആ ഒരു ധൈര്യത്തിലൊക്കെയാണ് പിന്നെ വ്ളോഗൊക്കെ ഇടുന്നത്. അപ്പോൾ വീട്ടിൽ പകൽ എല്ലാവരും പണിക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. ഞാനും പാപ്പും റോക്കിയും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 3 ആൾ മാത്രം സൈലൻ്റായിട്ട് നിൽക്കും കേട്ടോ. റോക്കിമ്മ കൂട്ട് കിടന്നുറങ്ങും, പാപ്പു അവിടെ കൂട്ട് കിടന്നുറങ്ങും. ഞാൻ എൻ്റെ അടുക്കളയിലെ പണി കാര്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ തുണി അലക്കാനും
ഒക്കെ കഴിഞ്ഞ് അവർക്ക് വേഗം ചോറൊക്കെ കൊടുത്ത് സെറ്റാക്കും. പിന്നെ ഞാൻ കുളിക്കാനൊക്കെ പോയി ചോറൊക്കെ തിന്നുക ചെയ്യുക. അപ്പോൾ ഉപ്പേരി വേവട്ടെ, കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് പാത്രം കൂടി കഴുകാണ്ട് കേട്ടോ. നമ്മൾ ഉപ്പേരിയിൽ കുറച്ച് വെള്ളം തളിച്ച് കൊടുത്തില്ലെങ്കിൽ അടി പിടിക്കും. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്ത് കറി ഇവിടെ റെഡി ആയിന്. കറി ഇവിടെ ഇറക്കി വെച്ച് കുറച്ച് കറി വെച്ചിട്ടുള്ളൂ കേട്ടോ. പിന്നെ നായ്ക്കുട്ടികൾക്കുള്ള കോര മഞ്ഞൾപ്പൊടി ഇട്ടത് വേവിച്ചത് അവിടെ ഉണ്ട്. അത് കൂട്ടിയിട്ട് ഇനി അവർക്ക് വേഗം ചോറ് കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് തുണി തിരുമ്പണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യണം. വീഡിയോ ഇഷ്ടമല്ലെങ്കിൽ കമൻറ്റ് ഇട്ടുള്ളൂ, ഇഷ്ടമായാലും കമൻറ്റ് ഇട്ടുള്ളൂ. അപ്പോൾ എല്ലാ കൂട്ടുകാരോടും ബൈ ബൈ, സീ യു ഗൈസ്.